ഞാൻ ഇപ്പോഴാണ് ഒരു വീഡിയോ കാണുന്നത്. അതായത് അപ്പാനിയുടെയും അതോടൊപ്പം തന്നെ ബിൻസിയുടെയും ഒരു വീഡിയോ എടുത്ത് എല്ലാവരും ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നില്ല എന്ന് വെച്ചിരുന്ന കാര്യമാണ്. പക്ഷേ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടു. അതായത് ഈ അനുമോളെ വെളുപ്പിക്കുന്ന തരത്തിലുള്ള ചില പോസ്റ്റുകൾ കണ്ടോ. അനുമോൾ അന്ന് പറഞ്ഞത് ശരിയായില്ലേ, കണ്ടോ ബിൻസി കാണിച്ചത് കണ്ടോ, അപ്പാനിശ്ശേരത്ത് കാണിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം വെളുപ്പിക്കൽ പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യത്തില്ലായിരുന്നു. കാരണം ഒരു കാര്യമില്ലാത്തൊരു കാര്യമായിരുന്നു ആ ഒരു വീഡിയോ എടുത്ത് പറയണം റിയാക്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അപ്പാനിശ്ശേരത്തിന്റെ കൈ ബിൻസിയുടെ ഇടുപ്പിന്റെ അവിടെ കണ്ട ഇങ്ങനെ തട്ടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് അത് ഈ കാണിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അതും ദൂരെ നിന്നാ കണ്ട എന്തോ ഒളി ക്യാമറ വെച്ച് എടുക്കുന്ന രീതിയിലാണ് ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ വേറെ പണിയില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് ആ വീഡിയോ വെച്ചുകൊണ്ട് അനുമോളെ അങ്ങ് വെളുപ്പിക്കാനായിട്ട് നോക്കുവാണ്. ഇവന്മാരൊക്കെ ഒന്ന് വെളുപ്പിച്ച് മതിയായി. വെളുപ്പിച്ച് അനുമോൾ ഒരു പരുവായി. ഇനിയും വെളുപ്പിക്കാനായിട്ട് നടക്കുവാണ്. ഈ അനുമോള് ബിൻസിയെ കുറിച്ച് അതിനുള്ളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ബിൻസിയെ കുറിച്ചല്ല അവിടെയുള്ള ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ബോധമുള്ളവർ കേട്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അനുമോൾ കപ്പടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് പോലും അനുമോൾക്ക് ഇപ്പോഴും നെഗറ്റീവ് മാറാതെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതും മറക്കരുതാരും. അത് മാത്രമല്ല, അത് ഈ ഒരു കാര്യത്തിൽ അനുമോളെ അങ്ങ് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. കുറേ അധികം PR എന്ന് വേണമെങ്കിലും ഇപ്പോഴും പറയാം. ആ ഒരു തരത്തിൽ കുറേ യൂട്യൂബേഴ്സ് എടുത്തിട്ട് ഇതിനെക്കുറിച്ച് കണ്ടു പിന്നെ കുറേ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളൊക്കെ ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം കിടക്കുന്നുണ്ട്. എന്ത് കണ്ടെന്നാണ്? ഒരു സുഹൃത്തുക്കളായിട്ടുള്ള രണ്ടുപേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൈതട്ടെ അല്ലെങ്കിൽ പിടിക്കുകയൊക്കെ ചെയ്യുന്നതാണോ ഇത്ര വലിയ ഒരു ആന കാര്യമായിട്ട് കൊണ്ടുവരുന്നത്? അല്ലെ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇത് തനി അനുമോളുടെ ഫാൻസ് തന്നെയാണ് എന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം അനുമോളുടെ അതേ സ്വഭാവം തന്നെയാണ് ഇവരും കാണിച്ചു കൂട്ടുന്ന ഒരു കാര്യം എന്ന് പറയാം. കാരണം ബിഗ് ബോസ് കഴിഞ്ഞു, ആ ഷോയുടെ കാര്യങ്ങളൊക്കെ വിട്ടു, പുറത്തിറങ്ങി ഇനി പുറത്തെ കാര്യങ്ങൾ സംസാരിക്കും. ഇതല്ല, ഇങ്ങനെ ഒരു സാധനം കിട്ടിയപ്പോഴത്തേക്കും വീണ്ടും അടുത്ത അങ്ങ് അനുമോളുടെ ആ ഒരു ഈ ഒരു കാര്യത്തിൽ നെഗറ്റീവ് മാറ്റി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം കിടന്നിട്ട് ഇങ്ങനെ മെഴുകുന്നതായിട്ടാണ് ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അനുമോളെ പോലെ അതിനുള്ളിൽ ബാക്കിയുള്ളവരുടെ ലൈഫ് വെച്ച് കളിച്ച അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ലൈഫ് നശിപ്പിക്കാൻ നോക്കി കളിച്ച ഒരു കണ്ടസ്റ്റന്റ് അതിനുള്ളിൽ ഇല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ഈ ഷോ ഉടനീളം കണ്ട ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ. അന്ധമായിട്ടുള്ള ഫാൻസിന് മാത്രം മനസ്സിലാവാത്ത ഒരു കാര്യം ബാക്കി മൂളയുള്ള ഏതൊരു വ്യക്തിക്കും ചിന്തിച്ചാൽ അല്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അനുമോൾ അതിനുള്ളിൽ കാട്ടിക്കൂട്ടിയ കോപ്പറായങ്ങൾ അല്ലെങ്കിൽ അതിനുള്ളിൽ കാട്ടിക്കൂട്ടിയ വൃത്തികെട്ട പരിപാടികളൊക്കെ എന്തെല്ലാമാണ് എന്നത്. അപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് അതൊക്കെ ശരിയാണ് എന്നാൽ ബാക്കിയുള്ളവർ കാണിക്കുന്നതാണ് തെറ്റ്, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് അല്ലെങ്കിൽ അത് ശരിയാക്കി മാറ്റണം, എന്നാൽ ബാക്കിയുള്ളവർ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് കട്ട നെഗറ്റീവാക്കി മാറ്റണം എന്നുള്ള തരത്തിലുള്ള ഒരു തരം ഊള പരിപാടിയാണ് ബിഗ് ബോസിൽ നിന്നപ്പോഴത്തേക്കും പുറത്ത് PR ടീം ചെയ്തുകൊണ്ടിരുന്ന ഒരു വൃത്തികെട്ട പരിപാടി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ വേറൊരു തരത്തിൽ, അതായത് ഈ പറയുന്ന അനുമോള് തന്നെ ബിൻസി റീ എൻട്രിയിലൂടെ അതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും അനുമോളെ നല്ല രീതിയിൽ കുടഞ്ഞു. നല്ല രീതിക്ക് അനുമോള് ആ രാത്രി സമയത്തിരുന്ന് സംസാരിച്ച സംസാരം അപ്പാനിയും ബിൻസിയും കൂടി അനുമോള് പെട്ടു എന്ന് തന്നെ പറയാം. കാരണം ഉത്തരവില്ല തിരിച്ചു പറയാനായിട്ട്, നല്ല രീതിയിൽ പെട്ടുപോയി. അവസാനം അനുമോള് തന്നെ സമ്മതിച്ചു, എൻ്റെ വായിൽ നിന്ന് വീണ് പോയതാണ്, ക്ഷമിക്ക് എന്ന് പറഞ്ഞുള്ള തരത്തിൽ അനുമോള് തന്നെ അങ്ങ് പറഞ്ഞു, ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എന്നുള്ള തരത്തിൽ, ചുമ്മാ പറഞ്ഞതാണ്, തമാശയ്ക്ക് പറഞ്ഞതാണ് എന്നുള്ള തരത്തിൽ അനുമോള് പറയുകയാണ്. അപ്പോൾ അനുമോള് ചെയ്യുന്നതെല്ലാം തമാശ, ബാക്കിയുള്ളവർ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഭയങ്കരമായിട്ടുള്ള കാര്യം. അത് അനുമോളും അങ്ങനെ പറയും, പുറത്തുള്ള അനുമോളുടെ PR ഫാൻസും അങ്ങനെ പറയുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ. ഇത് തന്നെയാണ് ഈ ഒരു വിഷയത്തിലും സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ ഉളുപ്പുണ്ടോ ഡേ, അല്ലെ ചോദിച്ചിട്ട് ഉളുപ്പുണ്ടോ? കളഞ്ഞിട്ട് പോടേ എന്ന് മാത്രമേ പറയാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇമാതിരി തൊട്ടി പരിപാടിയും പൊക്കി പിടിച്ചോണ്ട് വന്നിട്ട് കണ്ടോ അനുമോള് പറഞ്ഞത് എന്ത് ശരിയാണെന്ന് കണ്ടോ, അനുമോള് ചെയ്ത കാര്യങ്ങൾ എന്ത് ശരിയാണെന്ന് കണ്ടോ. ഇജാതി മുതുക്ക് സാധനങ്ങൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആദ്യം ഒരാളെ വെളുപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കും ആ ആള് ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്നുള്ള സ്വയബോധം വേണം. ആ ആൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണ്, എങ്കിൽ നമ്മുടെ ആളുടെ ഭാഗത്ത് ശരിയുണ്ട്, മറ്റുള്ളവരെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് നെക്കാക്കാം എന്നുള്ള തരത്തിൽ ചിന്തിക്കാം. പക്ഷെ നമ്മുടെ ആൾ ചെയ്യുന്ന പരിപാടി എന്താണ്? ഈ പറഞ്ഞ, അതായത് ആ വ്യക്തി തന്നെ പറയുന്നു, ഇന്ന വ്യക്തി കാണിച്ചത് മറ്റേ പരിപാടിയാണ്, ഇന്ന വ്യക്തി കാണിച്ചത് ചെറ്റ പരിപാടിയാണ്, ഇന്ന വ്യക്തി കാണിച്ചത് ഊളപ്പരിപാടിയാണ് എന്നുള്ള തരത്തിലെല്ലാം പറഞ്ഞിട്ട് ഈ പരിപാടികളെല്ലാം തന്നെ ഈ പറയുന്ന വ്യക്തിയും കാണിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാനൊന്നും അറിഞ്ഞില്ലേ, ഇരിക്കുന്ന വ്യക്തിയാണ് തെറ്റ് ചെയ്തത് എന്ന മട്ടിൽ ആക്കി തീർക്കുന്നത്. ഇജാതി ഊളപ്പരിപാടി വേറെ എവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ? ഇതായിരുന്നു അതിനുള്ളിൽ നിന്നപ്പോഴും അനുമോളുടെ പുറത്തു നിന്നുള്ള PR ടീം കാണിച്ചുകൊണ്ടിരുന്ന പരിപാടി എന്ന് പറയുന്നത്. പക്ഷെ എത്രയൊക്കെ അമ്മാതിരി പരിപാടി കാണിച്ചാലും അനുമോക്ക് കിട്ടേണ്ട നെക്ക് നല്ല രീതിക്ക് അനുമോക്ക് ബാധിച്ചിട്ടുണ്ട്, അതിൽ ഒരു സംശയമില്ല. ഇനി എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാലും അതുകൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങിയിട്ടും ഇപ്പോഴും ആ നെക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അനുമോക്ക് പല കാര്യങ്ങൾക്കും ഉത്തരമില്ലാത്തത്. അനുമോൾ ഇതുവരെ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടോ? ഒരു ഇന്റർവ്യൂ അനുമോൾ കൊടുത്തില്ല. കാരണം അനുമോക്ക് കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പറയാനായിട്ടുള്ള ഉത്തരം കാണത്തില്ല. കാരണം അമ്മാതിരി പരിപാടിയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അനുമോൾ ചെയ്തു വെച്ച കാര്യങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം തുരുതുരാ ഇന്റർവ്യൂ കൊടുത്ത് നടത്തുന്ന അനുമോൾ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ പോലും കൊടുക്കാതെ ഇങ്ങനെ നടക്കുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ പഠിച്ച് വെച്ചതില്ല സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ പോലെ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ പോയിരുന്ന് അനുമോൾ സംസാരിച്ചാലായി. എന്തായാലും ഇപ്പോൾ ഈ ബിൻസി അപ്പാനി ഈ വിഷയത്തിൽ
കുറെ അധികം പേര് കാണിക്കുന്ന ഈ പരിപാടി അത് ഒരുമാതിരി ചെറ്റ പരിപാടിയാണെന്ന് മാത്രമേ പറയാവുള്ളൂ. കാരണം അവർക്കൊരു ലൈഫുള്ളതാണ്. ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു, വിമർശിക്കേണ്ടത് വിമർശിക്കാം. പക്ഷെ ഈ ഒരു ചെറിയ സാധനം വെച്ച് കൊണ്ടിട്ട് അതിനെ എന്തോ വലിയ ആനക്കാര്യമാക്കി ഊതിപ്പെയിപ്പിച്ച് കാണിക്കുന്നത് ഒരുമാതിരി മറ്റേ പരിപാടിയാണെന്ന് മാത്രമേ പറയാവുള്ളൂ. അതിന് അനിമോളുടെ പേരും കൂടെ വലിച്ചിടുന്നത് ശരിക്കും പറഞ്ഞാൽ അനിമോളെ വീണ്ടും മേളിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഈ PR ടീം തന്നെ ചെയ്യുന്ന മണ്ടത്തരമാണെന്ന് മാത്രമേ പറയാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ അനിമോൾ പറയുന്നത് എന്ത് ശരിയാണ്, അനിമോൾ പറഞ്ഞത് ശരിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിമോളുടെ പേര് ചേർത്തുകൊണ്ടാണ് കുറെ എണ്ണം ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, കുറെ അധികം പോസ്റ്റ് തയ്യാറാക്കുന്നത്. എന്തിനാണ് അനിമോളുടെ പേര് ഇതിലോട്ട് വലിച്ചിടുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഈ അനിമോക്ക് കൂടുതൽ നെക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അനിമോളൊന്നും മിണ്ടുന്നില്ല, അനിമോള് പല ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കുന്നില്ല. പക്ഷെ അനിമോക്ക് പണി കൊടുക്കാനായിട്ട് അനിമോളുടെ PR ടീം തന്നെ ഉണ്ട്. ഓരോ തരത്തിൽ ഇങ്ങനെ അനിമോളുടെ തലയിൽ ഓരോന്നും ഇട്ട് കൊടുക്കുകയാണ്. കഷ്ടമൊന്നുമല്ലാതെ എന്തോ പറയാം ഇതിനെയൊക്കെ.